ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നെനിക്ക് ഞാൻ പറഞ്ഞ പതിവ് പോലെ തന്നെ ഇന്ന് ഞാൻ ഫ്രീ ഡേ ആണ്. കണ്ടില്ലേ, മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? ഉറങ്ങി ഞാനിപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ ഉറങ്ങി എണീറ്റത് കേട്ടോ. 7 മണി ഇറങ്ങി എണീറ്റ് നല്ല ഫ്രഷപ്പായി. ഇതുണ്ടോ മുഖം എല്ലാം ഉണ്ടല്ലോ. മുഖം നമ്മളിങ്ങനെ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മുഖമെല്ലാം നോക്കിയത് വല്ല ടാൻ അടിച്ചിരിക്കുവാണ്. എന്തെല്ലാം ചെയ്തിട്ടും പോകും ഇങ്ങനെ. എന്തെങ്കിലുമൊക്കെ റെമഡിയൊക്കെ ഞാൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് കുറയും, പിന്നെയും വെയിലടിക്കും, പിന്നെയും കൂടും. അപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അപ്പോൾ ഇന്ന് എനിക്ക് ലീവാണ്. അപ്പോൾ ഇന്ന് പോകണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസം ഒരു ബ്യൂട്ടി ടിപ്സ് ചെയ്തിട്ടെന്ന് വിചാരിച്ചു, അല്ലെ ഒരു റെമഡി ചെയ്തിട്ട് കുറേ നാളെ ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു. വേറെ ഏതാണ്ടൊക്കെ വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അല്ലേ. എനിക്ക് എങ്ങനെ സമയം കിട്ടുന്നു അതനുസരിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ ഫേസിൽ നോക്കി ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എല്ലാവരുടെ ഫേസിൽ എല്ലാവരും സഫർ ചെയ്യുന്നൊരു കാര്യമാണ് ടാൻ അല്ലേ. അതെങ്ങനെ ടാൻ റിമൂവ് ചെയ്യണം എന്നോർത്ത് നമ്മൾ നടക്കുന്നത് അല്ലേ. എന്തൊക്കെ ചെയ്ത് അത് പോകും എന്നോർത്ത് അല്ലേ. അപ്പം ഞാനെന്നുണ്ടല്ലോ എൻ്റെ മുഖത്ത് കുറേ ടാനുണ്ട്. അത് കളയാൻ വേണ്ടി നമ്മുടെ കോക്കനട്ട് മിൽക്കും ചന്ദന പൗഡർ ഇട്ട് നമുക്കൊന്ന് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് ഫേസ് നല്ലപോലെ ക്ലെൻസിങ് ചെയ്യണം. ക്ലെൻസിങ് എന്തുണ്ടോ അതെന്ന് വെച്ചാൽ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലെൻസിങ് ചെയ്യാം കേട്ടോ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ കോക്കനട്ട് മിൽക്ക് ഞാൻ രാവിലെ എണീറ്റ് ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്യണം എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഓർത്ത് തേങ്ങ ഉണ്ടോ. കാരണം ഇവിടെ ഞങ്ങളധികം തേങ്ങ യൂസ് ചെയ്യാറില്ല കേട്ടോ, അധികം ഉപയോഗിക്കാറില്ല ഞാൻ. അപ്പം നോക്കിയപ്പോൾ തേങ്ങ ഇരിപ്പുണ്ട്. പിന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ പാലൊക്കെ എടുത്തു. ചന്ദന പൗഡർ ഓൾറെഡി ഉണ്ടായിരുന്നത് ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതുകൊണ്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് നല്ലപോലെ ടാൻ റിമൂവ് ആകും, നല്ല ഫേസിന് നല്ല ഗ്ലോ വരും. ചന്ദന പൗഡറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, മിൽക്ക് പൗഡർ കോക്കനട്ട് മിൽക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീക്കിലി 2 days നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനൊരു അളവ് വെച്ച ഒഴിക്കുന്നത് കേട്ടോ. ഇതുണ്ട്, ഇതാണ് പാൽ. താഴെ വീണ് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കുക്കുമ്പോൾ പുറത്തുനിന്ന് ഭയങ്കര കളിയായി. ഇതുണ്ടോ ഇത്. ഇപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് രക്തചന്ദന പൗഡർ ഇടാം കേട്ടോ. രക്തചന്ദനം ഇടാവേ. ഞാനുണ്ടല്ലോ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് മിററിൽ നോക്കട്ടോ എൻ്റെ മുഖം എന്തായി ടാനായോ എന്നിട്ട് ഞാൻ കസ്തൂരി മഞ്ഞൾ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. കസ്തൂരി മഞ്ഞൾ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചന്ദന പൗഡർ, പിന്നെ കടല പൗഡർ, ബേസൻ പൗഡർ അല്ലേ, എല്ലാം ഇട്ട് നല്ലപോലെ വൈകിട്ട് വന്നിട്ട് ഞാൻ വാഷ് ചെയ്യും. അങ്ങനെ ചെയ്ത് എന്നിട്ട് എനിക്ക് ഇപ്പോൾ പോകുന്ന സ്ഥലമില്ലേ, ഇവിടെ എനിക്ക് ക്ലൈമറ്റ് നല്ലപോലെ സൂട്ടായി. അവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഭയങ്കര പൊല്യൂഷനൊക്കെ ഉള്ള ഭയങ്കര ഡസ്റ്റ്, ഭയങ്കര റഷ് ഏരിയ ആണ് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ റഷ് ഏരിയ ആണ്, നല്ലപോലെ അധികം മരങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നല്ലപോലെ ടാൻ ആകും പൊല്യൂഷനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് പേടിയായിരുന്നു. പിന്നെ ജീവിക്കണ്ടേ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് റെമഡിയൊക്കെ ചെയ്ത് കുറച്ച് ഏതാണ്ടൊക്കെ ആക്കി ഇതൊക്കെ അപ്ലൈ ചെയ്തൊക്കെ കുറച്ചൊക്കെ ബെറ്ററായി. എന്നാലും ഇനിയുണ്ട്. രാവിലെ പോയിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്കുമാണ് പേടിയാകും നമുക്ക്. സങ്കടം, പേടിയല്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് സാൻഡൽവുഡ് പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ പാക്കറ്റ് ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്രയും എടുക്കുക, അത്ര ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഞാനും ഈ സ്പൂണിൽ 1.5 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കൊരു അപ്രോക്സിമേറ്റ് അളവറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സ്പൂൺ യൂസ് ചെയ്യാതിരുന്നത്. അപ്പം നമുക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് മിക്സ് ചെയ്താൽ മതി. ഉണ്ട്, വേസ്റ്റ് ചെയ്യണ്ട, നോക്കി മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാലൻസ് ഉണ്ടെങ്കിൽ കളയൊന്നും വേണ്ട. അതെന്നറിയോ, നമുക്ക് കുളിക്കുമ്പം കാലിലും കൈക്കും ഒക്കെ ഇടാം. കാരണം ഏത് സ്ക്രബ് യൂസ് ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട. കുറച്ചും കൂടെ വേണം. അത് കുറച്ച് നോക്കി വാട്ടർ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു തിക്കായിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ,
ഇത് കണ്ടോ, നല്ലപോലെ ഇത് കണ്ടോ, നല്ലപോലെ നമുക്ക് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പയ്യെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക, ക്ലെൻസിങ് ചെയ്യുക, മറക്കല്. പിന്നെ നെക്കിലിടുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നല്ല കൂളാണ് കേട്ടോ രക്തചന്ദനം മിൽക്ക് കൊണ്ട്. ഇത് കണ്ടോ, നല്ല തണുപ്പാ. എനിക്കിത് പുറത്ത് വരെ ഒന്ന് പോകാനുണ്ട്. എൻ്റെ പഴയ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകണം. ഇന്നലെ പോകാനിരുന്ന കേട്ടോ, പക്ഷെ എനിക്ക് സമയം കിട്ടും. ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേക്ക് 9:15. നല്ല മഴയായിരുന്നു ഇവിടെ. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഇവിടെ മഴ പെയ്തിട്ട് എൻ്റെ വീട്ടിലൊക്കെ നല്ല പോലെ വെള്ളം, കാരണം എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചിട്ടേ വെള്ളം നല്ല പോലെ കയറി. ഞാനാണെങ്കിൽ മടുത്ത് വന്നതല്ല, ഞാൻ ഇങ്ങോട്ട് നടന്നാ വന്നേ. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എല്ലാം വെള്ളം. എന്നിട്ട് അതിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ, ദിവാൻ്റെ അടിയിൽ ഞാൻ റാഗി വെച്ചിട്ടുണ്ടായിരുന്നു, റാഗിയുടെ ചാക്ക് കേട്ടോ. റാഗിയും ഉണ്ട്, അരിയും ഉണ്ടായിരുന്നു. എല്ലാം നനഞ്ഞ് രാത്രി വന്ന് ഫുള്ള് 1 hour ആയിട്ട് ക്ലീൻ ചെയ്തപ്പോൾ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എല്ലാം വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെച്ചു, ചാക്കി കെട്ടിയെടുത്ത് വെച്ചു. ചില സമയം നല്ല കാറ്റുള്ളപ്പോൾ മാത്രം കേട്ടോ അങ്ങനെ വരുന്നേ. ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പോയത്, അതാ പ്രശ്നമായത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ കേട്ടോ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 15 minutes 10 minutes ഡ്രൈ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്കുണ്ടല്ലോ ഉണങ്ങട്ടെ കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് വെറ്റാണല്ലോ, ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ചിരി വരല്ലേ. ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ. എന്താണെന്നറിയോ, എനിക്കിപ്പോൾ പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നില്ല. അവിടെ എനിക്ക് നല്ലപോലെ സമയം കിട്ടും കേട്ടോ. എനിക്ക് 6 hour ഡ്യൂട്ടിയേ ഉള്ളൂ. രാവിലെ ഇഷ്ടം പോലെ 2 മണി വരെ എനിക്ക് സമയമുണ്ട്. എന്നാലും എന്താ പറയുക, നമുക്കൊരു കുറച്ച് എനിക്കിഷ്ടം പോലെ വ്ളോഗ് ചെയ്യാനൊക്കെ സമയം കിട്ടും. പക്ഷെ എന്നാലും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റുട്ടീനായില്ല. എനിക്ക് ടെൻഷനാണ്, സമയം പോകുന്ന ടെൻഷനാണ്. അതൊരു എനിക്കൊന്ന് കുറച്ച് ദിവസം പിടിക്കും. അത് കഴിയുമ്പോൾ നമ്മളവർ അഡ്ജസ്റ്റ് ആയി കഴിയുമ്പം, അവിടുത്തെ സിറ്റുവേഷനൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പതുക്കെ പോകാനും കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് അല്ലേ. ഇവിടെ ഞാൻ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയം 10 minutes ഉള്ളപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുക. കറക്റ്റ് പോയിട്ട് ഞങ്ങൾക്ക് 5 minutes ഗ്രേസ് പീരീഡ് ഉള്ളൂ. കറക്റ്റ് 8:05 പഞ്ച് ചെയ്യും. അപ്പം നമുക്ക് പേടിയില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് റുട്ടീനായി വരാനായിട്ട് എനിക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷേ നല്ല സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല ആൾക്കാരെന്ന് പറയാൻ ഞാൻ അധികം ആരോടും ക്ലോസ് ആയിട്ടില്ല. നമുക്കതിന് ക്ലോസ് ആയിട്ട് സമയം കിട്ടില്ല, കാരണം ഫുൾ ബിസിയാണ്. ഇവിടുത്തെ പോലെയല്ല, അവിടെ നല്ല തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏരിയയും അങ്ങനെയാണ്. അവിടെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പറയാൻ പറ്റില്ല. അതുപോലെ കൺജസ്റ്റഡ് ഏരിയയാണ്. ആ ഏരിയയിലാണ് ഈ ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും 24 hours പേഷ്യൻറ്റിന് സമയമില്ല. നമുക്ക് തന്നെ ഒന്ന് ഇരിക്കാൻ സമയം കിട്ടില്ല ചില സമയത്ത്. എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ ജൂനിയേഴ്സൊക്കെ ചെയ്യും, എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. എന്നാലും അവർ ചെയ്യുമ്പം നമുക്കൊരു വിഷമമാണ്, നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മിഡ് നൈറ്റൊക്കെ, എസ്പെഷ്യലി ഈ രാത്രിയിലൊക്കെ കഴിച്ചിട്ട് 3 മണിക്ക് 4 മണിക്കൊക്കെ സ്റ്റൊമക്ക് പെയിനാണ് വരും. 2 ദിവസം മുമ്പേ ഉണ്ടാവും സ്റ്റൊമക്ക് പെയിനൊക്കെ. ബട്ട് അവർക്ക് അപ്പോഴായിരിക്കും അവർക്ക് വരാൻ തോന്നുന്നത്. പിന്നെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ക്യൂ നിന്ന് കഴിഞ്ഞ് ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ ബഹളമാണ്. എപ്പോഴും വഴക്കാണ് അവിടെ. എന്തോ എന്നെ കാണി, ഞാനാ ഫസ്റ്റ് പോയി, ഞാനാ മുമ്പേ പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പിന്നെ വരുന്നവരാരും വെയിറ്റ് ചെയ്യില്ല. എല്ലാവരും ടപ്പ നോക്കി വിടും. സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. അപ്പം ട്രൈ ആവട്ടെ. അപ്പം അതൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം 5 മിനിറ്റ് 10 മിനിറ്റ് വെറുതെ ഇരിക്കുക. ഇത് കണ്ടോ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ മാസ്ക് ഒക്കെ ഇടത്തില്ലേ, അതുപോലെ ഒന്നും ഒത്തിരി ടൈറ്റ് ഇങ്ങനെ വലിയത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. പെട്ടെന്ന് ഡ്രൈ ആയി. വെയിലൊക്കെ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. എത്ര സമയം ഇപ്പം 9 മണി ആയതേ ഉള്ളൂ. അപ്പം നമുക്ക് വാഷ്. അപ്പോൾ ഇതുണ്ടോ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കി, നമുക്കൊന്ന് ചെറിയൊരു ടവൽ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പം നല്ലപോലെ വൈപ്പ് ചെയ്തിട്ടുണ്ടേ. അപ്പം എൻ്റെ ഫേസ് കണ്ടോ എത്ര മാറ്റം വന്നിട്ട് നോക്കി. ആ ടാനൊക്കെ എല്ലാം പോയി. എനിക്ക് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതലുള്ള കൈക്കാണ്. ഇതുണ്ടോ നല്ല സ്മൂത്തായി നല്ലൊരു ബ്രൈറ്റ് വന്നിട്ടില്ലേ. കാരണം ഇവിടുത്തെ ടാൻ എലമെൻറ്റ്സ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പോയി. ഞാൻ ഹാപ്പിയായി. കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഞാനപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, ഡ്രസ്സിൻ്റെ കൂടെ ഇതുപോലത്തെ ഫുൾ സ്ലീവ്സ് ഉണ്ട്. ഫുൾ സ്ലീവ്സ് ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് കൈയൊന്നും അതെല്ലാം കവറാവും. കൈയൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ കയ്യിലൊന്നും ഇട്ടിട്ടില്ല. കയ്യിൽ കുളിച്ചതിന് ഇപ്പുറം ഇടാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ റെമഡീസ് നിങ്ങൾ വീട്ടിൽ പോയിട്ടല്ല, എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും കോളേജിൽ പോയിട്ട് വന്നാലും ഡെയിലി ചെയ്തതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് രക്തചന്ദനം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നില്ല. രാത്രി കിടക്കുമ്പോഴൊക്കെ തേങ്ങാപ്പാൽ മാത്രം നല്ലപോലെ കേസ് ഫ്രിഡ്ജ് വെച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോൾ വെള്ളം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് റെഡിമെയ്ഡ് നമ്മൾ മിൽക്ക് വരുമല്ലോ, കോക്കനട്ട് മിൽക്ക് വരില്ല, അത് യൂസ് ചെയ്താലും മതി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് വന്നാൽ എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ഇത്ര സമയമുള്ളൂ. 9 മണി എനിക്കൊരു സ്ഥലം വരെയും പോകണം. അപ്പം നോക്കി എനിക്ക് നല്ല ഹാപ്പി, നല്ല സ്മൂത്തായി. തൊടുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത്, നല്ല കോൾഡായിട്ട് നല്ലൊരു സ്മൂത്തനിങ് ഉണ്ട്. ഇവിടെയൊക്കെ നോക്കി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക, റിസൾട്ട് അറിയിക്കുക. അപ്പം ടാറ്റാ, ബൈ, ടേക്ക് കെയർ.